പലപ്പോഴും രോഗി നമ്മളോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട രോഗികളെല്ലാം ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, എന്തുകൊണ്ട് ഡോക്ടർ എനിക്കിത് വന്നത്, എന്തുകൊണ്ടാണ് ഇത് വന്നത്, എന്തായിരിക്കും പ്രധാനപ്പെട്ട ബേസിക് കാരണം എന്താണ്, എന്തുകൊണ്ട് എനിക്കിത് വന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഇപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണെങ്കിലും SLE ആണെങ്കിലും, അതായത് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിലുള്ള എല്ലാ ടൈപ്പ് അസുഖങ്ങളും വരുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. ഈ പ്രതിരോധ ശക്തി സാധാരണ നമ്മൾ പറയുന്നത് വളരെ സിമ്പിളായ ടേംസിൽ പറയുന്നത് വീട്ടിലെ പട്ടിയെ പോലെയാണ്. പട്ടി എന്താ ചെയ്യുന്നത്, പുറത്തുനിന്ന് വരുന്ന കള്ളനെ പിടിക്കും, ഒരിക്കലും നമ്മുടെ വീട്ടുകാരനെ കടിക്കത്തില്ല, വീട്ടുകാരനെ കണ്ട വാലാട്ടി നിൽക്കും അല്ലേ. പ്രതിരോധ ശക്തി അങ്ങനെ തന്നെയാണ്. ഇമ്മ്യൂൺ സിസ്റ്റം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന ബാക്ടീരിയയും വൈറസിനെയും ഇൻവേഡേഴ്സിനെ, നമ്മുടെ ശരീരത്തിലേക്ക് അതിക്രമിച്ച് കിടക്കുന്ന ആളുകളെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ശരിക്കുള്ള ഫംഗ്ഷൻ. അപ്പോൾ സാധാരണ നമ്മൾ പറയും ഈ വാതരോഗങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത് ഇമ്മ്യൂണിറ്റിയുടെ ഡിസ്ഫങ്ഷൻ കൊണ്ടാണെന്ന്. എന്താണ് ഇമ്മ്യൂണിറ്റി ഡിസ്ഫങ്ഷൻ? ഒരു പട്ടി ഞാൻ നേരത്തെ പറഞ്ഞു, പുറത്തുനിന്ന് വരുന്ന ഒരാളെ അറ്റാക്ക് ചെയ്യാൻ പോകും, നമ്മുടെ വീട്ടുകാരെ കണ്ട വാലാട്ടി നിൽക്കും, വളരെ സൗഹൃദത്തോടെ പെരുമാറും. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നോർമൽ കേസിൽ അങ്ങനെയാണ്. പുറത്തു വരുന്ന ബാക്ടീരിയ വൈറസിനെയൊക്കെ അറ്റാക്ക് ചെയ്ത് കൊന്നുകളയും. പക്ഷേ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ ഒരിക്കലും അത് അറ്റാക്ക് ചെയ്യില്ല. പക്ഷേ പട്ടിക്ക് പേ പിടിച്ചാൽ എന്ത് പറ്റും? പട്ടി പുറത്തുള്ളവനാണോ അകത്തുള്ള ആളാണോ നോക്കാതെ എല്ലാവരെയും കയറി കടിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ചെറിയ ഡിസ്ഫങ്ഷൻ വരുന്നു. അതായത് ഇമ്മ്യൂൺ സിസ്റ്റ പ്രവർത്തിയിൽ ചെറിയ വ്യതിയാനം വന്നു കഴിയുമ്പോൾ എന്താണ് പുറത്തുള്ളത് എന്താണ് അകത്തുനിന്ന് തിരിച്ചറിയാതെ ചില അവയവങ്ങളെ ഇത് അറ്റാക്ക് ചെയ്ത് തുടങ്ങും. അതിനെയാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിനെതിരെ തന്നെ ഇമ്മ്യൂണിറ്റി ആക്ട് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആളുകൾ വിചാരിക്കും ഇമ്മ്യൂണിറ്റി കൂടിയത് കൊണ്ടാണോ? ഇമ്മ്യൂണിറ്റി കൂടിയത് കൊണ്ടല്ലോ ഉണ്ടാകുന്നത്. ഈ പട്ടിയുടെ ഫംഗ്ഷൻ കൂടിയത് കൊണ്ടല്ലോ പട്ടി അറ്റാക്ക് ചെയ്യുന്നത്. പട്ടിയുടെ ഫംഗ്ഷൻ, അതായത് പട്ടിയുടെ പ്രവർത്തനത്തിൽ ചെറിയ വ്യതിയാനം ഉണ്ടാകുന്നത്. അതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം ചെറിയ വ്യതിയാനം ഉണ്ടാകുന്നില്ല. ഇമ്മ്യൂണിറ്റി കൂട്ടി നിർത്തുന്നു, കുറച്ച് നിർത്തുന്നു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഇമ്മ്യൂണിറ്റി പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കുന്നില്ല, ചെറിയ താളം തെറ്റുന്നു. ജനറലി അസുഖം വന്നു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കുറച്ച് വയ്ക്കുക അല്ലെങ്കിൽ കൂട്ടി വയ്ക്കുക എന്നുള്ളതല്ല, ഇമ്മ്യൂണിറ്റിയെ മോഡിഫൈ ചെയ്ത് പഴയ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ഈ അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റിൽ പലപ്പോഴും ഇമ്മ്യൂണോ മോഡുലേറ്ററി മരുന്നുകൾ നമ്മൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ട്രീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം ആൾക്കാർ ചോദിക്കണം, ഡോക്ടർ എനിക്ക് ഇമ്മ്യൂണിറ്റി എൻഹാൻസേഴ്സ് കഴിച്ചുകൂടെ, എൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന മരുന്നുകൾ കഴിച്ചാൽ എനിക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരാതിരിക്കും? ഒരിക്കലുമില്ല. ഈ ഇമ്മ്യൂണിറ്റി എൻഹാൻസേഴ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു വളരെ സയൻറ്റിഫിക്കായിട്ട് വാലിഡ് ആയിട്ടുള്ളൊരു സാധനമല്ല. പലപ്പോഴും വൈറ്റമിൻ ഡി പോലെയോ സിങ്ക് പോലെയോ വിറ്റമിൻ സി പോലെയുള്ള കാര്യങ്ങളും എക്സസൈസും ഒക്കെ ഇമ്മ്യൂണിറ്റി കുറച്ച് നമ്മുടെ കോശങ്ങളെ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് വെക്കും എന്നൊക്കെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അത് കുറച്ച് സയൻറ്റിഫിക്കലി പ്രൂവ് ആണ്. അല്ലാതെ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഇമ്മ്യൂണിറ്റി എൻഹാൻസേഴ്സ് കഴിച്ച് കഴിഞ്ഞാൽ വലിയ എഫക്റ്റ് ഒന്നുമില്ല. അത് പലപ്പോഴും സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമല്ല. അതുമാത്രമല്ല ഇമ്മ്യൂണിറ്റി എൻഹാൻസ് ചെയ്തുകൊണ്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരാതിരിക്കണമെന്നൊന്നും അർത്ഥമില്ല. അതും തമ്മിൽ വലിയ ഡയറക്റ്റ് 1-to-1 കണക്ഷൻ ഇല്ല. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ പറഞ്ഞു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞു, മറ്റേ സൈഡിലാണ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസ്. അതായത് ഇമ്മ്യൂണിറ്റിയുടെ ഫംഗ്ഷൻ കുറയുന്നു. കുറയുമ്പോൾ എന്താ പറ്റുന്നത്? പുറത്തുനിന്നുള്ള ഇൻഫെക്ഷനൊക്കെ ആളുകൾക്ക് പെട്ടെന്ന് കിട്ടും. ഫോർ എക്സാമ്പിൾ ചെറിയ കുട്ടികൾ 4-5 വയസ്സുള്ളവർക്ക് 3-4 വയസ്സുള്ളവർക്ക് പെട്ടെന്ന് ന്യൂമോണിയ വരുന്നു, പെട്ടെന്ന് ഇൻഫെക്ഷൻ വരുന്നു. അങ്ങനെയുള്ളവർക്കാണ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് വിളിക്കുന്നത്. അതായത് പുറത്തുനിന്നുള്ള ബാക്ടീരിയയും വൈറസിനെതിരെ ഈ ഇമ്മ്യൂണിറ്റിക്ക് ആക്ട് ചെയ്യാനേ പറ്റുന്നില്ല. അതായത് പട്ടി വീട്ടിൽ കിടന്ന് ഉറങ്ങുവാണ്, അപ്പോൾ എന്ത് പറ്റും? പുറത്തുള്ള കള്ളന്മാർ കയറി വീട്ടിലെ സാധനമൊക്കെ അടിച്ചുകൊണ്ട് പോകും. അതാണ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് വിചാരിക്കുന്നത്. മൂന്നാമതൊരു ടൈപ്പ് ഡിസീസാണ് അലർജിക് ഡിസീസ് എന്ന് വിചാരിക്കുന്നത്. എന്താണ് ഈ അലർജി അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി? അലർജി ഡിസീസ് എന്ന് വെച്ചാൽ സാധാരണ ആളുകൾക്ക് ഈ രണ്ടെണ്ണം നേരത്തെ ഞാൻ പറഞ്ഞ എന്താണ്? ഒന്ന് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി, അതായത് പുറത്ത് വരുന്ന ബാക്ടീരിയയും വൈറസും അകത്ത് കയറി അസുഖം ഉണ്ടാക്കുന്നു, ന്യൂമോണിയ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നു. അതാണ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി. ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ തന്നെ അറ്റാക്ക് ചെയ്യുന്നു. ശരീരത്തിലെ ഒന്നെങ്കിൽ ലങ്സിനെയോ ഹാർട്ടിനെയോ അല്ലെങ്കിൽ ജോയിൻസിനെയോ ഒക്കെ അറ്റാക്ക് ചെയ്യുന്നത്. അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. മൂന്നാമത്തെ അലർജി. അലർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഫോർ എക്സാമ്പിൾ ഒരു ഗോതമ്പ് കഴിച്ചു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യർക്കൊന്നും ഒരു കുഴപ്പം കാണത്തില്ല. പക്ഷേ ചില ആളുകൾ ഗോതമ്പ് കഴിച്ചു കഴിഞ്ഞാൽ വയറുവേദന വരും. അല്ലെങ്കിൽ ചില ആളുകൾക്ക് പെട്ടെന്ന് ചെമ്മീൻ കഴിച്ചു. സാധാരണ നമ്മൾ കാണുന്ന ചെമ്മീൻ നോർമൽ ആളുകൾ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ചിലർക്ക് ചെമ്മീൻ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അലർജി വന്ന് ശ്വാസം മുട്ടൽ വന്ന് വയറുവേദന വന്ന് കിടപ്പാകും. ഇന്നലെ തന്നെ നമ്മൾ പേപ്പറിൽ വായിച്ചു, ഒരു സീ ഫുഡ് കഴിച്ച ഒരാൾ മരണപ്പെട്ടു. അതിന് അനാഫിലാക്സിസ് എന്ന് വിളിക്കും. എന്താണ് കാരണം? അതിന് ഈ ചെമ്മീൻ സാധാരണ ആളുകളിൽ ചെമ്മീനെതിരെ ഇമ്മ്യൂൺ സിസ്റ്റം നോർമലായിട്ട് ആക്ട് ചെയ്യും. പക്ഷേ ചില ആളുകളിൽ ഈ ചെമ്മീനെതിരെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി, അതായത് കൂടുതലായിട്ട് ഇമ്മ്യൂൺ സിസ്റ്റം ആക്ട് ചെയ്യും. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? അവർക്ക് ഭയങ്കരമായിട്ട് ശരീരത്തിൽ പല ഭാഗങ്ങൾ നീർവീഴ്ച വരികയും ശ്വാസം മുട്ടൽ വരികയും ദേഹം മൊത്തം ചൊറിച്ചിൽ വരികയും ചെയ്യും. അതാണ് പൊടി അലർജി എന്നൊക്കെ വിളിക്കുന്നത്. അലർജി എന്നാണ് അതിനെ, അലർജിക് ഡിസീസ് തന്നെയാണ് അതിനെ വിളിക്കുന്നത്. അത് പല സ്പെക്ട്രമുണ്ട്, അതിലെ ഡീറ്റെയിൽസിലോട്ട് ഞാനിപ്പോൾ പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ ഇങ്ങനെ സ്വിച്ച് ഇട്ട് ഓൺ ചെയ്യാനും സ്വിച്ച് ഇട്ട് ഓഫ് ചെയ്യാനും പറ്റുന്ന വളരെ ഒരു സിമ്പിൾ സംഭവം, വെരി കോംപ്ലക്സ് പ്രോസസ്സാണ്. ഇപ്പോഴത്തെ പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്
പല നേരത്തെ നമ്മൾ വിചാരിച്ച അത്രോസ്ക്ലോസ്, അതായത് നമ്മുടെ രക്തക്കൊള്ള ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടാകുന്ന രക്തക്കൊള്ള കൊഴുപ്പടിഞ്ഞുണ്ടാകുന്ന അസുഖം പോലും ഒരു ഇമ്മ്യൂൺ ഡിസീസാണ്. ഈ പാർക്കിൻസൺസ്, അങ്ങനെ നെർവ്സിനെ ബാധിക്കുന്ന, നമ്മൾ നേരത്തെ വിചാരിച്ചത് ഞരമ്പുകൾക്ക് ബലം കുറഞ്ഞു വരുന്ന അസുഖങ്ങൾ പാർക്കിൻസൺസ്, ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് എന്ന് പറയുന്നത് നെർവ്സിൻ്റെ ഫംഗ്ഷൻ കുറയുന്ന പല അസുഖങ്ങളും ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഡിസ്ഫങ്ഷൻ കൊണ്ടാണ്. ഈവൻ അൾഷിമേഴ്സ്, നിങ്ങളെല്ലാം കേട്ട് കാണും അൾഷിമേഴ്സ് എന്ന് പറയുന്ന അസുഖം. അത് അൾഷിമേഴ്സ് പലപ്പോഴും നമ്മുടെ ഓർമ്മ കുറയുന്നൊരു അസുഖമാണ്. നമ്മൾ തന്മാത്ര എന്ന മൂവിയിലേക്ക് മോഹൻലാൽ മറവി ഡിമെൻഷ്യ നമ്മൾ കണ്ടതാണ്, എല്ലാവരും കണ്ടതാണ്. ഒരു ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ ഓർമ്മ കുറഞ്ഞു വരുന്ന നെർവ്സിൻ്റെ ഫംഗ്ഷൻ കുറഞ്ഞു വരുന്ന അസുഖം. അതും പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ വ്യതിയാനം കൊണ്ടുണ്ടാകുന്നത് തന്നെയാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ദിവസത്തെയും ഓരോ മണിക്കൂറിലെയും ഓരോ നിമിഷത്തെയും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന, നമ്മുടെ ജീവൻ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ അത് അത്ര ഓണാക്കുക ഓഫാക്കുക എന്നുള്ള രീതിയിൽ ഇത് കഴിച്ചാൽ ഇമ്മ്യൂണിറ്റി കൂടും, ഇത് കഴിച്ചാൽ ഇമ്മ്യൂണിറ്റി കുറയും, അങ്ങനെ ഒരിക്കലും ഒരു ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് വന്നു എന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് ചികിത്സിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസിയിലോട്ട് കൊണ്ടുവരാൻ ഇമ്മ്യൂണോ മോഡുലേഷൻ, അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തെ പഴയതിലേക്ക് മടക്കി കൊണ്ടുവരുന്ന രീതിയിലേക്കുള്ള ചികിത്സയാണ് പലപ്പോഴും നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്.